സാർ നമ്മൾക്കറിയാം ഇപ്പോ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ആരും പറയാറില്ല. പക്ഷെ തീവ്രവാദികൾ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളാണ് താനും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു രാഷ്ട്രീയക്കാരായിട്ട് ഇന്നിപ്പോ ഇവിടെ ഇസ്ലാം അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് എന്ന് കണ്ടു. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന ഒരു സർക്കാർ സ്കൂളിൽ നടന്ന ഒരു കലാപരിപാടി. ആ ഒരു പ്രോഗ്രാമിൽ മൈം എന്ന് പറയുന്ന ആ ഒരു അഭിനയം, ശബ്ദമില്ലാതെ അഭിനയിക്കുന്ന ആ ഒരു സംവിധാനം, അതിൽ പലസ്തീന്റെ കൊടി ഉയർത്തുന്നു, പലസ്തീന്റെ മുദ്രാവാക്യം വിളിക്കുന്നു, ഗാസയിൽ ഈ പറയുന്ന ഇസ്രായേൽ കടന്നു കയറി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കുഞ്ഞു മക്കളിൽ പോലും ഈ മത തീവ്രവാദം വളർത്തിയെടുക്കുന്നതിൽ എത്രത്തോളം ഇവർ വിജയിച്ചു എന്നുള്ളത് കണ്ടതാണ്. ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലസ്തീന്റെ കൊടി ഉയർത്തിയ സമയത്താണ് അവിടുത്തെ അധ്യാപകർ ഇടപെട്ടുകൊണ്ട് കർട്ടൻ താത്തിയത്. അതല്ലാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പോലെ ഈ പറയുന്ന വിഷയം കുട്ടികൾ അവതരിപ്പിച്ചത് കൊണ്ടാണ് കർട്ടൻ താത്തിയത് എന്ന് പറയുന്നത് തെറ്റായിരുന്നു. അവിടെ ഈ പറയുന്ന പലസ്തീന്റെ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് തന്നെയാണ്. കാരണം ഭാരതത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഭാരതത്തിന്റെ മുദ്രാവാക്യം വിളിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ പലസ്തീന്റെ കൊടി എന്തിനു ഉയർത്തി, മുദ്രാവാക്യം എന്തിനു വിളിച്ചു എന്ന് വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഇന്നും ഇവർക്കാർക്കും ഉത്തരം തരാനും പറ്റിയിട്ടില്ല. എത്രത്തോളമാണ് സർ ഈ കുട്ടികളിൽ പോലും ഈ തീവ്രവാദികൾ ഈ തീവ്രവാദം വളർത്തുന്ന ഇതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നോക്കി കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങ് വിശദീകരിക്കുക? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതിനേക്കാൾ വളരെ ആധികാരികമായി കേരളത്തെ പഠിച്ച പല പണ്ഡിതന്മാരും പല മാധ്യമ പ്രവർത്തകരും പല ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആശയങ്ങൾ, അതായത് മതഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും പ്രേരണ കൊടുക്കുകയും ചെയ്യുന്ന ആശയങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾ മതപാഠശാലകൾ, മദ്രസകൾ ആണ് എന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. മതത്തെ തീവ്രവാദമായി പഠിപ്പിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കാനും കൊല്ലാനും പഠിപ്പിക്കുകയും അത് മതപരമായ ദൗത്യമാണ് എന്ന് മഹത്വവൽക്കരിക്കുകയും അത്തരം പാഠങ്ങൾ കൊച്ചു മനസ്സുകളിലേക്ക്, അതായത് ഒരാളുടെ മനഃശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രായത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 8 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾക്ക് ഏതൊരാശയം കടത്തിവിട്ടാലും അത് അവന്റെ ജീവിതാവസാനം വരെ അവിടെ ഉണ്ടാകും എന്നുള്ള ശാസ്ത്രം തീവ്രവാദികൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പബ്ലിക് ആയിട്ടുള്ള സ്കൂളിംഗ്, അതായത് ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് മതപരമായി നടത്തുന്ന പാഠശാലകളിൽ ഇത്തരം ആശയങ്ങൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ അവൻ ആ ആശയത്തിന്റെ അടിമ ആയിരിക്കും. പിന്നീട് കാലം എത്ര കഴിഞ്ഞാലും ഈ കുട്ടി പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കേറ്റോ സയന്റിസ്റ്റോ അല്ലെങ്കിൽ MPയോ MLAയോ മന്ത്രിയോ അല്ലെങ്കിൽ ജഡ്ജി ആണെങ്കിൽ പോലും ആയാൽ പോലും ആ കുട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തിന്, വിശ്വാസ പ്രമാണങ്ങൾക്ക് മാറ്റം വരില്ല. ഇത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് മത തീവ്രവാദികളാണ്. അതുകൊണ്ട് 8 വയസ്സിന് മുമ്പ്, 10 വയസ്സിന് മുമ്പ്, 12 വയസ്സിന് മുമ്പ് ഈ മത തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് എന്ന് KT ജലീൽ എന്ന് പറയുന്ന നമ്മുടെ മുൻ മന്ത്രി നിയമസഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. മദ്രസയിലേക്ക് ഒഴുക്കിയ കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ എത്രയാണ് എന്ന്. ഇവൻ ഞാൻ പറഞ്ഞാൽ അത് എന്തോ ഇസ്ലാമിനെതിരായിട്ട് പറയും. KT ജലീൽ കേരള നിയമസഭയ്ക്ക് അകത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നിരത്തിയ കണക്കുകളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന, അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അസ്ത്രം ഗഫൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ഒരു മഹാനായ പണ്ഡിതനുണ്ട്. ആ മഹാനായ പണ്ഡിതൻ കോൺഗ്രസ് പാർട്ടി ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുത്ത സഹായം എണ്ണി പറയുന്ന പ്രസംഗവും ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ KT ജലീലും അസ്ത്രം ഗഫൂറും പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തൊന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, എങ്ങനെയാണ് കേരളത്തിന്റെ മണ്ണിൽ തീവ്രവാദത്തിന് ഇത്ര വലിയ പിന്തുണ ലഭിക്കുന്നത് എന്ന്. അതായത് കൃത്യമായും സർക്കാരിന്റെ ഫണ്ട് തീവ്രവാദത്തിന് വേണ്ടി വഴിതിരിച്ചു വിടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ UDFും LDFും പരസ്പരം മത്സരിക്കുകയാണ്, CPMും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. എന്നിട്ട് പറയും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ മതപഠനമാണ്, ഇതൊക്കെ ഗവൺമെന്റിന്റെ ദൗത്യമാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അതിന്റെ പരിണിത ഫലമായി ഈ സംസ്ഥാനത്ത് വളരുന്നത് ആഗോള തീവ്രവാദമാണ്. ഇപ്പോൾ സിറിയയിൽ ഒരാൾ ബോംബ് പൊട്ടി മരിച്ചാൽ, അല്ലെങ്കിൽ ജോർദാനിൽ ഒരാൾ ബെൽറ്റ് ബോംബായിട്ട് പൊട്ടിത്തെറിച്ചാൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു തീവ്രവാദി വെടിയേറ്റു മരിച്ചാൽ, അതല്ലെങ്കിൽ ശ്രീലങ്കയിലോ ആസ്ട്രേലിയയിലോ ക്രിസ്ത്യൻ പള്ളികളിൽ ഒരാൾ ബോംബ് വെച്ച് അവിടെ വിശ്വാസികളെ കൊന്നൊടുക്കിയാൽ
അതിന്റെ പ്രതികളെ പിടിക്കാൻ വരുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലബാറിലാണ്. എന്തുകൊണ്ടാണ്? അന്താരാഷ്ട്ര ഭീകരന്മാർക്കെല്ലാം ഉള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ വസ്തുതകളൊക്കെ പകൽ വെളിച്ചം പോലെ പച്ചവെള്ളം പോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ കമാന്നൊരക്ഷരം ഇവിടുത്തെ പത്രങ്ങൾ മിണ്ടില്ല, ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകൾ മിണ്ടില്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മിണ്ടില്ല. ഇനി ആരെങ്കിലും ഇത് പറഞ്ഞാൽ ഉടനെ അവൻ BJP ആണ്, RSS ആണ്, അവര് മുസ്ലിമിനും വിരുദ്ധമാണ് എന്ന രീതിയിൽ ചാപ്പ കുത്തി ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന ശൈലി കേരളത്തിൽ ഇന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ 2 വർഷക്കാലം ഹമാസിന്റെ തിരോധാനത്തോടു കൂടി കേരളത്തിലെ ഇത്തരം അമിത ആവേശക്കാരുടെ ശബ്ദം അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറെ പേരെ PFIക്കാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോ. തിരിച്ചു വരുമെന്നൊന്നും ഇനിയിപ്പോ ആരും പ്രതീക്ഷിക്കുന്നില്ല. പണ്ടൊരു മദനി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല, പിന്നെയാണോ PFI പോയിട്ട് തിരിച്ചു വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊക്കെയുള്ള കാരാഗ്രഹം ആവശ്യത്തിന് മിച്ചം പണിത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാസർഗോഡ് സ്കൂളിൽ കൊടി ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത എന്ന് ഞാൻ പറയുകയല്ല, കൊടി ഉയർത്തിപ്പിക്കുകയും മുദ്രാവാക്യം വിളിപ്പിക്കുകയും ചെയ്തവന്മാരെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ജയിലായിരിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടെന്ന് അവിടെ പറയുന്ന പണിയും ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. അതൊക്കെ ശരിയാണ്. തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നെങ്കിൽ ഒരു 100-120 കിലോ തൂക്കമൊക്കെ കാണും. ഗോവിന്ദസ്വാമിമാരൊക്കെ പോയി വരുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഭരണകൂടമുള്ള കേരളത്തിൽ ഇവർക്ക് വലിയ സ്വീകരണം കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, അല്ലാതെ ഫലസ്തീന്റെയോ അല്ലെങ്കിൽ ഹമാസിന്റെയോ ഭാഗമല്ല. ഇവിടെ ചിലരുടെ ചാട്ടവും ബഹളവും ഒക്കെ കണ്ടാൽ ഓർക്കും ഈ കേരളം എന്ന് പറയുന്നത് ഹമാസ് ഭരിക്കുന്ന എന്തോ സ്ഥലമാണ്. അല്ലാതെന്ന് ഞാൻ പറയുന്നില്ല, കേരളം ഭരിക്കുന്നത് ഹമാസ് തന്നെയാണ്. കാരണം ഈ കേരളത്തിൽ ഹമാസിന് അനുകൂലമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ LDFും UDFും തയ്യാറാണ്. അപ്പൊ പിന്നെ കേരളം ആശയപരമായി ഭരിക്കുന്നത് ഹമാസാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം ഹമാസിന്റെ ആൾക്കാർ ഇവിടെ വന്ന് ഭരിക്കുമൊന്നും വേണ്ട. ഇവിടുത്തെ LDFകാരും UDFകാരും ഹമാസിന്റെ ആശയങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ടും പരസ്യമായി രംഗത്ത് വരികയും അത് കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് പ്രസ്താവിക്കുകയും ചെയ്യാൻ അവർ തയ്യാറാണ് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും സംശയിക്കാം കേരളം ഭരിക്കുന്നത് ഹമാസ് അല്ലേ എന്ന് സംശയിക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വെച്ചാൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകരും. കേരളത്തിലെ മത തീവ്രവാദികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. അവര് LDFനെ കൊണ്ടും UDFനെ കൊണ്ടും ഭരിപ്പിക്കുകയാണ്. അവരിവിടുത്തെ ചാനലുകളെ കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുകയാണ്. അവരിവിടുത്തെ പത്രമുതലാളിമാരെ കൊണ്ട് പത്രങ്ങളിൽ അവർക്ക് അനുകൂലമായ വാർത്തകൾ എഴുതിക്കുകയാണ്. അവരിവിടുത്തെ സാംസ്കാരിക സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്നവരെ കൊണ്ട് കവിത എഴുതിച്ച് കവിതയ്ക്ക് അവാർഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലേഖനം എഴുതിച്ച് ലേഖനത്തിന് അവാർഡ് കൊടുക്കുകയാണ്. അതിനെതിരായി അതായത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലമായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് പുരസ്കാരങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. ഇനി ഒരു കാലത്തും ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് മടങ്ങി വരും എന്നാരും വ്യാമോഹിക്കുകയും വേണ്ട. അപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം ഇക്കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് ലോകത്തിന്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. ലോകത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ടല്ല ഇന്ത്യ തീരുമാനമെടുത്തത്. തീരുമാനമെടുത്താൽ നടപ്പാക്കാനുള്ള ആർജവം, അതിനുള്ള ശേഷി, അതിനുള്ള നട്ടല്, അതിനുള്ള തന്റേടം ഇന്ത്യ ഭരിക്കുന്നവർക്കുള്ളത് കൊണ്ട് ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുകയും അവസാനത്തെ തീവ്രവാദിയുടെ ഒരു തുള്ളി രക്തം അതെങ്കിലും അവശേഷിക്കാതെ തുടച്ചു നീക്കുകയും ചെയ്യുന്നത് വരെ ഈ ഭാരതം തീവ്രവാദത്തിനെതിരെ പോരാടും. ആ ഭാരതത്തിലാണ് ഈ കേരളം ഉള്ളതെന്നും ആ കേരളത്തിലാണ് ഈ കാസർഗോഡ് ഉള്ളതെന്നും ഓർത്താൽ ഈ കോപ്രായം കാണിക്കുന്നവർക്കൊക്കെ നല്ലത് എന്നാണ് ഇപ്പൊ പറയാനുള്ളത്.